വിശ്വ, ലഞ്ചിന് വഴുതനങ്ങ ഓക്കെ അല്ലേ? വിശ്വ, ലഞ്ചിന് വഴുതനങ്ങ ഓക്കെ അല്ലേന്ന്? ആ ഈ വിശ്വ, ഞാൻ ഓഫീസിലേക്ക് പോവാം. നേരത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണേ. ബൈ. ബൈ. വിശ്വ, ഞാൻ ഓഫീസിലേക്ക് പോവാ. ബൈ. ബാല, അത് ശരി, കണ്ണു വീർപ്പിച്ച് എന്നെ വഴക്ക് പറഞ്ഞ ഞാൻ പേടിക്കുന്നു കരുതി. നിനക്കത് വട്ടായ ബാല? എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? എന്താ നിനക്ക് വേണ്ടത്? ഒന്നുമില്ല, ഞാൻ ഓഫീസിലേക്ക് പോവാന്നല്ലേ പറഞ്ഞോളൂ. നിനക്ക് പോകാലോ. സോറി ബാല. സോറി. ബൈ. സോറി. 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 സോറിഡി. ഇതിനു വേണ്ടിയല്ലേ നീ ഇത്രയും വാശി പിടിച്ചത്? ബൈ. പോയിട്ട് വാ. ബൈ. ബൈ. എത്ര ട്രൈ ചെയ്തിട്ടും വിശ്വ പഴയതുപോലെ തന്നെയാ ഉള്ളത്. അവന്റെ കാര്യത്തില് കൃഷ്ണേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഹായ് സിസ്റ്റർ. ഹായ് ഏട്ടാ. ഒന്ന് ചായ കുടിക്കാൻ പോയാലോ? ആ, പോവാ ഏട്ടാ. വിശ്വ എന്ത് പറയുന്നു ഏട്ടാ? വേറെന്ത് പറയാനാ, നിന്റെ കൂടെ ലൈഫ് നല്ല ഹാപ്പി ആണെന്നാ പറയുന്നേ. വേറൊന്നും അവൻ ഏട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? സിസ്റ്റർ, വിശ്വ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. അവനൊരു പ്രോബ്ലം ഉണ്ട്, ഓവർ തിങ്കിങ്. അതങ്ങനെ ഒരു വലിയ പ്രോബ്ലം ഒന്നും അല്ല, പക്ഷേ എല്ലാവരേക്കാളും കുറച്ച് കൂടുതലായിട്ട് അവൻ ഓവർ തിങ്കിങ് ചെയ്യും. അങ്ങനെ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ എന്നൊരു പേടി അതെപ്പോഴും അവൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അതെ, ഞാൻ നോട്ട് ചെയ്തിരുന്നു. അയ്യോ, ഞാനിത് നോർമലായിട്ടാണ് പറഞ്ഞത് സിസ്റ്റർ, ജസ്റ്റ് ഒരു കോഷനായിട്ട്. അതല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. എനിക്കൊരു ടെൻഷനുള്ള ഏട്ടാ, ഞാൻ ഭയങ്കര കൂലാ. സിസ്റ്റർ, ഒരു ചെറിയ റിക്വസ്റ്റ്. പറഞ്ഞോളൂ ഏട്ടാ. അന്ന് നിങ്ങളുണ്ടാക്കിയ മട്ടൻ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പുഷ്പയോട് ഉണ്ടാക്കി തരാൻ പറയാനാ. അവൾ അന്ന് മുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചോണ്ടേ ഇരിക്കുക. ആണോ? ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വിശ്വാവാ, ഡിന്നർ കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പിന്നെ അങ്ങനെ കഴിച്ചോളാം. ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ അങ്ങനെ ഇരിക്കുന്നു. നീ ഒന്നും കഴിച്ചില്ലായിരുന്നോ? വിശ്വ, നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? കുറച്ച് ബിസി ആയിരുന്നു ബാല. എന്ത് ബിസി? ഈ ബുക്ക് വായിക്കുന്നയാണോ? വിശ്വ, നിന്നോടാ. ആ ബുക്കിംഗ് കൂടെ വന്നേ ബാല. നീ എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മതി, ആരും നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല.
എടി ഇനി കുറച്ച് പേജും കൂടെ ഉള്ളു, ഞാൻ വായിച്ചിട്ട് കഴിച്ചോളാം. ആദ്യം ഭക്ഷണം, എന്നിട്ട് മതി ബാക്കിയൊക്കെ. ശരി, ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് വാരുത്താ, ഞാൻ അങ്ങനെ തന്നെ വായിച്ചോണ്ടിരിക്കാം. ശരി, ഗുഡ് ബോയ്. ആ, വാ തുറക്ക്. കുറച്ച് തരത്തില്ലേ? എന്തേ പറയുന്നേ? കഴിച്ചിട്ട് സംസാരിക്ക. ഇത്ര തള്ളിക്കറി ഞാൻ എങ്ങനെ തിന്നുന്നത്? സാറിന് ഉമ്മ കിട്ടിയാ ഓക്കെയാണ്, ഭക്ഷണം ഇറങ്ങില്ല അല്ലേ? ആട്ടങ്ങിരുന്ന് കഴിക്ക്. ഈ ബുക്ക് അത്രയ്ക്ക് നന്നായിട്ടുണ്ടോ? ഓവർ വായനയാണല്ലോ. മതി. ഓവർ ആവല്ലേ, കഴിക്ക്. വേണ്ട പല, മതി. അതുകൊള്ളാം, ഇതും കൂടെ ഉള്ളു, കഴിക്ക്. ഇത് ലാസ്റ്റ് വായത് പറയണേ ഞാൻ കഴിക്കാം. സമ്മതിച്ചു, ഇതാണ് ലാസ്റ്റ്, കഴിക്ക്. ഇപ്പഴും കൊച്ചുകുട്ടിയെന്നാ വിചാരം. ഒന്നിങ്ങോട്ട് നോക്കിയേ. ഇനി എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് വായിച്ചോ, ആരും നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. Stop again. This too much of non-stick. Last of the second end. And the process entering Smirtius Prime. ആശുപത്രി കാണുന്നില്ലല്ലോ. അയ്യോ, അപ്പൊ എന്ത് സംഭവിച്ചു? അവൻ അത് തന്നെ തിരിച്ച് ചെയ്തതിന് ശേഷം ആ പൊണ്ണ് അവൻ്റെ കൂടത്തി ഉണ്ടായിരുന്നോ ഇല്ലയോ? നീ ഇതുവരെ കിടന്നില്ലേ? നീ ഉറങ്ങിക്കോ, ഞാൻ ഇപ്പൊ വരാം. സമയം ഒരുപാടായി വിശ്വ, വന്ന് കിടക്കാൻ നോക്ക്, ബാക്കി നാളെ വായിക്കാം. ശരി ശരി. ഒരിക്കലും നീ അവളിൽ നിന്ന് മോഹനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് നോക്ക്. പിന്നെ നീ അതെന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ തന്നെയല്ലേ ഇപ്പൊ സങ്കടപ്പെടുന്നത്? നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുന്നത് അവള് കാരണം. You are the reason. ഞാനോ? Yes, you are the reason. ബ്ലെയിം ഗെയിം കളിക്കണോ? Enough വിശ്വ, നിന്നോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. I'm just done with you. I need a divorce. അതൊക്കെ അത്ര ഈസിയാണെന്ന് വിചാരിച്ചിരിക്കാ നീ? എനിക്ക് മാത്രം ഈസിയാണെന്നാണ് വിചാരം.
പറയടാ. വിൽ യു സ്റ്റേ വിത്ത് മീ ലവ് എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് അറിയോ? നീ വായിച്ചിട്ടുണ്ടോ? ഞാനീ ബാലരമയും ബാലഭൂമിയും കളിക്കുടിക്കൊന്നല്ലാതെ കോളേജ് ബുക്സ് ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ലടാ. അല്ല, നീ ഇപ്പം എന്തിനാ ബുക്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്നേ? ആ ബുക്കിൽ പറഞ്ഞേക്കുന്ന കഥയും എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒന്നാടാ. ആ ബുക്കിലെ പോലെ സെയിം എന്റെ പോലെ ഹീറോ കാരണമാണ് ഫസ്റ്റ് ഫീൽ ആവുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? ഇപ്പൊ അവൾ കാരണമാണോ ഇതും പോകുന്നതെന്ന് പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോടാ. മനസ്സിലായില്ലെന്നോ? ഇതിലെ ആക്ച്വലി ലാസ്റ്റ് പേജ് മാത്രം മിസ്സിംഗ് ആടാ. അതാ നിനക്ക് വല്ലതും അറിയാവെന്ന് ചോദിച്ചേ. ഇതിനൊക്കെ നീ എന്തിനാടാ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നേ? ഒന്ന് കൂളായിട്ടിരി. ഇല്ലടാ, ആ ബുക്കിന്റെ ക്ലൈമാക്സിൽ എന്തായെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. എന്തിനാവശ്യമില്ലാതെ പേടിയൊക്കെ? എനിക്ക് കുറച്ച് വിശ്വാസം വരണമെന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. ചുമ്മാ ഇരിയടാ, വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട. വെറുതെ സിസ്റ്ററിനെ കൂടി ടെൻഷൻ ആക്കാനായിട്ട്. ഡാ, നീ കേൾക്കുന്നുണ്ടോ? ആ, വെറുതെ സ്ട്രെസ്ഡ് ആവണ്ട. ആദ്യം അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കേ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ. ബൈ. കോഫി അടിപൊളിയാണല്ലോ. ആംബിയൻസ് അടിപൊളിയാ. ഈ തണുപ്പത്ത് നമ്മളെ കാറി വന്നത് നന്നായി വിശ്വ. ഞാൻ പിന്നെയും അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. സുന്ദരി എന്നെ വിട്ടിട്ട് പോകുമോ? എന്തുപറ്റി? വിശ്വ, മാമന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? നിനക്ക് കാർ ഓടിക്കാൻ അറിയോ? ആ, അറിയാലോ. ആ സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാം. വേണ്ട, അതൊക്കെ വലിയ റിസ്കാ പല. കാരണം എന്തെങ്കിലും പറ്റിയ കൃഷ്ണ എന്നെ വഴക്ക് പറയും. അതിന് നീ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവല്ലോ. പിന്നെന്താ കുഴപ്പം? ഒന്നും സംഭവിക്കില്ല. വിശ്വ, പ്ലീസ് വിശ്വ, പ്ലീസ് വിശ്വ, എനിക്ക് വേണ്ടി പ്ലീസ്. ശരി, നീ നോക്കി ഓടിക്കണം, മനസ്സിലായോ? നോ ഓവർ സ്പീഡിങ്. ഞാൻ പറയുന്ന പോലെ ഓടിക്കാൻ പാടുള്ളൂ. ഓക്കെ. നീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്. ഓക്കെ അല്ലേ? കുടിക്ക്. ആ, നോക്കി നോക്കി. ആ, സൂക്ഷിച്ചല്ലേ ഓടിക്കുന്നേ. നീ എന്തിനു ചുമ്മാ റൈറ്റ് പോന്നേ? ലെഫ്റ്റിലൂടെ തന്നെ ഓടിക്കുന്ന വിശ്വ. ആദ്യം നീ സ്പീഡ് കുറയ്ക്ക്. എന്തിനെങ്ങനെ ഒച്ച എടുക്കുന്ന വിശ്വ? ഞാനാണ് കാരണേ. അല്ല, ഒന്ന് പയ്യെ പറ. നീ ഒച്ച എടുക്കുമ്പോഴാ എനിക്ക് പേടിയാവുന്നേ. അപ്പൊ നീ മര്യാദക്ക് വണ്ടി ഓടിക്കണ്ടേ? മര്യാദക്ക് എന്നല്ലേ ഓടിക്കുന്നേ? നോക്കി നോക്കി, പട്ടിക്കുഞ്ഞു പട്ടിക്കുഞ്ഞു. ആദ്യം നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തിനാ നീ അങ്ങനെ വണ്ടി ഓടിക്കുന്നേ? ആദ്യം ഒച്ച എടുക്കാണ്ടിരിക്കും വിശ്വ. അത് പട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. വല്ല മനുഷ്യരായിരുന്നു എന്ത് ചെയ്തനെ? വിശ്വ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലേ? നീ കേട്ടോ? ഇല്ല. എപ്പോ നോക്കിയാൽ നിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോ. വിശ്വ, എന്റെ അടുത്ത് ഒച്ച ഉയർത്തി സംസാരിക്കല്ലേ. ഞാൻ കാറുമല്ല, ഒന്ന് പറയുന്നേ ഉള്ളൂ. ആ പട്ടിക്കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെ കോമൺ സെൻസ് വേണ്ടേ? എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു സൈഡിൽ ഞാൻ പറഞ്ഞോടല്ലേ ഇരിക്കുന്നേ. ഒന്നും ആകാത്തോണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇത് റോഡല്ലേ, ആൾക്കാർ റോട്ടിൽ നടന്നു പോവില്ലേ? നീ ഇങ്ങനെ തന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴെങ്കിലും ആക്സിഡന്റ് ആവും. അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തെങ്കിലും ബഹളം വെക്കുന്നേ? ഒന്നുമില്ലെന്നോ? നീ ആ പട്ടീനെ ഇടിക്കാൻ നോക്കി. അത് സംഭവിക്കാനിരുന്നെ നീ കാരണോ? ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരുന്നല്ലേ പയ്യെ പറ പയ്യെ പറന്ന്. അതല്ലാണ്ട് ഒച്ച എടുത്തോണ്ടിരുന്ന എനിക്ക് ടെൻഷൻ ആവില്ലേ? അല്ലെങ്കിലും ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒന്നും പറ്റിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ ഇടത്തിൽ മനുഷ്യരായിരുന്നെങ്കിൽ? അല്ല,
ഇപ്പൊ എന്തിനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നേ? ഓവർ തിങ്കിങ്ങോ? എന്റെ ഓവർ തിങ്കിങ് ആണോ? ആ പിന്നെ അല്ലാണ്ട്. അവിടുത്തെ ഡോഗിനൊന്നും പറ്റിയിട്ടില്ല, അത് മനുഷ്യനും അല്ല. നീ സ്വയം ഓരോന്ന് ആലോചിച്ച് അതിന് ഓവർ തിങ്കിങ് നല്ലത് എന്താ പറയണ്ടേ? ശ്ശേ. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നല്ല, ചുറ്റു ചെയ്തത് നീ. അത് സമ്മതിക്കാൻ നിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. വിശ്വന്റെ കൈന്ന് വിട്. വിശ്വന്റെ കൈ വേദന എടുക്കുന്നു, വിട്. എന്താ വിശ്വ, നിനക്ക് എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ സൈക്കോയെ പോലെ ബിഹേവ് ചെയ്യുന്നേ? വിട്. ഇങ്ങനെ പെരുമാറി കൊടുത്ത് നിന്റെ കൂടെ പിന്നെ ആരും നിൽക്കില്ല. പേടിച്ചു പോയി സുന്ദരി. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങും പോവില്ല വിശ്വ. ഐ ആം സോറി സുന്ദരി, അറിയാതെ ചെയ്തു പോയി. എന്താ നിനക്ക് പറ്റിയ വിശ്വ? ഞാൻ ചെയ്ത തെറ്റ് കാരണം സിന്ധു എന്റെ ലൈഫിൽ നിന്ന് പോയി. നീ ഇനി എന്നെ വിട്ടു പോയാലോ എന്നുള്ള പേടി കൊണ്ടാ. എന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി അത് ശരിയാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല സുന്ദരി. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ബുക്ക് വായിച്ചായിരുന്നു. അതിൽ ഞാൻ ചെയ്ത തെറ്റ് തന്നെ അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ലവർ അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ല എന്ന് പോലും അറിയില്ല. ആ ബുക്കിന്റെ ലാസ്റ്റ് പേജ് മാത്രം ഇല്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുന്ദരി. എന്റെ ബ്രെയിനകത്ത് എന്തൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുക സുന്ദരി. അതുകൊണ്ടായിരിക്കും ചിലപ്പം നിന്റെ കൂട്ടത്തിൽ ആരും ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രിഗറായിട്ട് നിന്നെ അടിച്ചു. നീ പോയി, എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു സുന്ദരി. വിശ്വ, ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നത് പോലും എനിക്കറിയില്ല. വിശ്വ, calm down. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എങ്ങും പോവില്ല വിശ്വ. എന്നെ വിശ്വസിക്ക്. ഐ ആം സോറി സുന്ദരി. നിന്റെ ഫോൺ ഇങ്ങ് തന്നെ. എന്തിനാ? ഇങ്ങ് താ. ഹലോ. ഹലോ സിന്ധു. ആരാ? ഞാൻ വിശ്വയുടെ വൈഫാ സംസാരിക്കുന്നത്. സോറി, ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ലില്ല, പറഞ്ഞോളൂ. ബിസിയൊന്നുമല്ല. വിശ്വയ്ക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന്.
അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. ശരി, കൊടുക്ക്. ഉം. സംസാരിക്ക. ഇപ്പൊ എന്തിനാ സുന്ദരി? നീ സംസാരിക്ക. ഹലോ. ഹലോ. ഹായ് വിശ്വ, സുഖാണോ? സുഖമാണ്. അന്ന് ഓഫീസിൽ വന്നപ്പോ നിന്നെ കാണാൻ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ പറ്റിയില്ല. നിങ്ങളെ രണ്ടുപേരും കാണാൻ നല്ല ചേർച്ചയുണ്ട്. അന്ന് ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. ഒരുപാട് ആലോചിക്കേണ്ട വിശ്വ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം സോറി. ഐ ബിലീവ് എന്ത് നടന്നാലും അതെല്ലാം ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കും. നമ്മുടെ ഡെസ്റ്റിനിയാ നമ്മുടെ ലൈഫില് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. But you know what? You guys are made for each other. I'm so happy for both of you. Happy married life, Vishwa. Thank you. ഒന്ന് ഫോൺ സുന്ദരിയുടെ കയ്യിൽ കൊടുക്കാവോ? ആ. ഹലോ. താങ്ക് യു സുന്ദരി. അത് ഞാനല്ല പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. എനി ടൈം. ടേക്ക് കെയർ. ബൈ. ബൈ. Feeling better? വിശ്വ, നമ്മൾ തമ്മിൽ എത്ര വലിയ വഴക്കുണ്ടായാലും നമുക്കിടയിൽ ഇനി ആര് തന്നെ വന്നാലും എന്തിന് ഈ ലോകം തന്നെ ഒറ്റക്കെട്ടായി നമ്മളെ അകറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും ഈ സുന്ദരി അവസാന ശ്വാസം വരെ ദേ ഇതുപോലെ നിന്റെ കൈയും കോർത്ത് പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും. ഇത് നീ ഓർത്ത് വെച്ചോ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് പോകുന്നുള്ള നിന്റെ ആ പേടിയുണ്ടല്ലോ, എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടാവുമെന്ന് ഓർത്തോ. പേടിക്കണ്ട. ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരം നീയാണ് സുന്ദരി. സിന്ധുവിനെ വിട്ടിട്ട് പോയതിന്റെ കാരണം എൻ്റെ മിസ്റ്റേക്സ് അല്ല. നീ, ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുണ്ടോ? നീ എൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് വേണ്ടി ഇതൊക്കെ സംഭവിച്ചത്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. നീ അന്വേഷിക്കുന്ന മറ്റൊരു ചോദ്യത്തിനുള്ള ആൻസറും യെസ് തന്നെയാ. ആ ബുക്ക്. Will you stay with me, love? Yes, she will stay. ആ ബുക്ക് ഞാൻ വായിച്ചതാ. എനിക്ക് ആ സ്റ്റോറിയുടെ ക്ലൈമാക്സ് അറിയാം. അവരവസാനം വീണ്ടും കണ്ടുമുട്ടും. ഇനി എന്ത് തന്നെയാണെങ്കിലും നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഏത് കാര്യം ആയിക്കോട്ടെ, ഉറപ്പായി എന്നോട് പറയണം. പ്ലീസ്. I'm here for you. Always. Until my last breath.
നമ്മുടെ ജീവിതത്തിൽ വിധി ഒരു വിചിത്രമായ കളി കളിക്കും. നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് നമ്മൾ ചിന്തിക്കും. വേണ്ടവരെ അകറ്റി നിർത്തും. കഷ്ടപ്പാട്, ദുഃഖം, ദേഷ്യം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചം എല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നാലും അത് തന്നെ പിന്നീട് നമ്മൾക്ക് ഊർജമായി മാറും. ഈ വിശ്വയുടെയും സുന്ദരിയുടെയും ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് അവർക്കുണ്ടായിരുന്ന പേടി കാലം കൂടെ നിന്ന് ആ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു. അതുകൊണ്ടാണ് ഹാവ് പേഷ്യൻസ്, ബിലീവ് ദ പ്രോസസ് ആൻഡ് ട്രസ്റ്റ് ദ ടൈമിംഗ്. എല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടിയാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ, 96 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിന്റെ കൂടെയുള്ളപ്പോ നിന്റെ ഹാർട്ട് ബീറ്റ് 96 ടൈംസ് ആയിരിക്കുന്നത്. ഒരു കാര്യം അറിയോ? ഏ? Your heart loves it when I'm around. എൻ്റെ ലൈഫ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്.